ഇന്നത്തെ നഗരസഭാ കൗൺസിൽ 47 ദിവസം പിന്നിട്ടിട്ടാണ് യോഗം ചേരുന്നത്. റിലേ സത്യാഗ്രഹം ഞങ്ങൾ ആരംഭിച്ചിട്ട് ഇന്ന് 5-ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ പൂർവാധികം ഭംഗിയായി തന്നെ നടത്തുന്ന ജോലിയിലാണ് മേയറും കൂട്ടാളികളും ഏർപ്പെട്ടിട്ടുള്ളത്. ഗൂണ്ടാത്തലവനും കാപ്പ കേസിലെ പ്രതിയുമായിട്ടുള്ള സുഗതനെ പുറത്താക്കുക എന്നുള്ളതാണ് ഈ സമരത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത്. അത് ഒരു വശത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളും മറുവശത്ത് മുനിസിപ്പൽ ആക്ട് അനുശാസിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമാണ് ഞങ്ങൾ നടത്തുന്നത്. ആ നടത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ 25-ാം തീയതി വളരെ ജനാധിപത്യ മാർഗത്തിൽ നടത്തിയ സമരം, ഒരു വശത്ത് റിലേ സത്യാഗ്രഹം നടക്കുകയും മറുവശത്തകത്ത് കൗൺസിലർമാർ മേയറുടെ ഓഫീസിന്റെ നടയിൽ സമാധാനപരമായിട്ടുള്ള സമരം നടത്തിയത് നിങ്ങൾ കണ്ടതാണ്. പോലീസും മാധ്യമങ്ങളും അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഓഫീസിന്റെ നടയിൽ കൂടെ കടന്നുപോകാൻ പൊതുജനങ്ങൾക്കും സമരം നടത്തുന്ന വേദിയിൽ കൂടി കടന്നുപോകാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകളെയും ഞങ്ങൾ വിട്ട കാര്യത്തെ സംബന്ധിച്ചും കണ്ടതാണ്. അതൊരു ഉപരോധ സമരമായിരുന്നില്ല, അത് കേവലം ജനാധിപത്യ രൂപത്തിലുള്ള സമരമായി. ആ സമരത്തിന് നേരെയാണ് മേയറുടെ നേതൃത്വത്തിൽ ആക്രമണം നടന്നത്. ആക്രമണം ആകെ 19 കൗൺസിലർമാരാണ് ആ സമരത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. ഒരു 10-25ഓളം ആളുകൾ മേയറുടെ നേതൃത്വത്തിൽ ആക്രമണ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ 3 കൗൺസിലർമാർ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയവരാണ്. പക്ഷെ അതല്ലാതെ തന്നെ നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ ഉണ്ടാക്കിയത്. ആഫീസിൽ കയറുന്നതിന് വേണ്ടിയുള്ള തിണ്ണമിടുക്ക്, മസിൽ പവർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണ കേന്ദ്രത്തിലിരുന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരാളിന് ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയുന്നതല്ല. വന്ന് കുറച്ചാളുകളോടുകൂടി വന്ന് ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കുകയും സമരത്തിലിരുന്ന ആളുകളെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് ആഫീസിന്റെ അകത്ത് കടന്നുപോയത്. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ തിരിച്ച് വാർത്തകൾ പല രൂപത്തിലാണ് വന്നത്. ഞങ്ങളെ പേരിലും കേസ്, അവിടെ സമരം നടത്തി സമാധാനപരമായ സമരം നടത്തിയ ഞങ്ങളെ പേരിലും കേസ്, അവരുടെ പേരിലും കേസ് എന്നുള്ള രൂപത്തിലാണ് വന്നത്. ഇന്ന് അതിനുശേഷം നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു. ആ കൗൺസിൽ യോഗത്തിൽ ഇന്നത്തെ ആക്രമണം LDFന് നേരെയല്ല, ഇന്നത്തെ ആക്രമണം UDF കൗൺസിലർമാരുടെ നേരെയാണ്. ഇന്ന് അവർ ചെയ്ത കാര്യമെന്ന് പറയുന്നത് സുഗതന്റെ അറ്റൻഡൻസ് പരിശോധന നടത്തുക മാത്രമാണ് ചെയ്തത്. സമരം നടത്തി ഞങ്ങൾ മേയറുടെ ഓഫീസിന്റെ നടയിലേക്ക് പോയ അവസരത്തിലാണ്. ഈ അവസരത്തിൽ അറ്റൻഡൻസ് പരിശോധന നടത്തിയ അവസരത്തിൽ BJPയുടെ കൗൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള ആളുകൾ UDFന്റെ നേതാവായിട്ടുള്ള ശബരിനാഥനെ അടക്കം ആക്രമിക്കുന്ന രൂപത്തിലെത്തി. വനിതാ കൗൺസിലർമാരെ ആക്രമിച്ചു. അറ്റൻഡൻസ് രജിസ്റ്റർ പിടിച്ചു വാങ്ങിച്ച് വലിച്ചു കീറുക. അതായത് ഗൂണ്ടാ പ്രവർത്തനം ശരിയായ നിലയ്ക്ക് ഞങ്ങളോട് കാട്ടിയതുപോലെ തന്നെ UDF കൗൺസിലർമാരോടും കാട്ടുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അപ്പൊ ഈ സമരത്തിന്റെ ഇന്ന് നിദാനമായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാപ്പ കേസിലും ഗൂണ്ടാ പ്രവർത്തനവും നഗരസഭാ ഭരണത്തിൽ അത് മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് സ്വീകരിക്കുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അതിനെയാണ് ആദ്യമായി ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഈ ഭീകരമായിട്ടുള്ള അവസ്ഥ നമുക്ക് ഗുണകരമല്ല. അതിനെ സംബന്ധിച്ചാണ് LDFന്റെ തീരുമാനത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാവ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഈ സമരം ജനാധിപത്യ രൂപത്തിൽ തന്നെ ഒരു വശത്ത് നഗരസഭയ്ക്കുള്ളിൽ, പുറത്ത് റിലേ സത്യാഗ്രഹവും നഗരസഭയ്ക്കുള്ളിൽ കൗൺസിലർമാരും ആ നിലയ്ക്കുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്.
വാർഡുകൾക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണ ജാഥകളും പ്രവർത്തനങ്ങളും മറുവശത്ത് നടക്കുകയാണ്. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളും ഈ ഗൂണ്ടാ വിളയാട്ടത്തിനെതിരായിട്ടുള്ള ഈ നഗരത്തെ ഒരു വടക്കേ ഇന്ത്യയിലൊക്കെ സംഭവിച്ചതുപോലുള്ള ഒരു ഗൂണ്ടാ കേന്ദ്രമാക്കി നഗരത്തെ മാറ്റാനുള്ള BJPയുടെയും സംഘപരിവാറിന്റെയും ശ്രമം നടപ്പിലാക്കുന്ന രീതിയിലേക്ക് അത് നമുക്ക് വകവയ്ക്കാൻ കഴിയില്ല. അതിനെ നേരിടുന്ന രൂപത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ബഹുജനങ്ങളുടെ പിന്തുണയോടുകൂടി ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ് പ്രധാനമായും ഉള്ളത്. അതിനോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള ഇതിനെ ചോദ്യം ചെയ്യുന്നത് ആ രൂപത്തിൽ കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് LDFന്റെ നേതാവായിട്ടുള്ള സഹാബ് ദീപക്കും സൂചിപ്പിക്കും. ഇന്നത്തെ കൗൺസിലിലെ രംഗങ്ങൾ സംഭവങ്ങളെ സംബന്ധിച്ചും മാധ്യമങ്ങൾ മുഴുവൻ നേരിൽ കണ്ടിട്ടുള്ളവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനവും പ്രതിപക്ഷ അംഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല. LDFൽ നിന്നും UDFൽ നിന്നും അങ്ങനെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. പക്ഷേ യാതൊരു പ്രശ്നവുമില്ലായിരുന്ന ഒരു സ്ഥലത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ ചേർന്നിട്ടാണ് UDFന്റെ അംഗങ്ങൾക്ക് നേരെ അതിക്രൂരമായിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയത്. 25-ാം തീയതി ഇന്നത്തെ കൗൺസിലിൽ പങ്കെടുത്ത സിന്ധുവിനും വീണയ്ക്കും 3 സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ആക്രമണത്തെ തുടർന്ന് ഇന്ന് 3 പേരും ആംബുലൻസിലാണ് അവിടെ വന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പെർമിഷനോടുകൂടിയാണ് അവിടെ ഇന്ന് ആ കൗൺസിൽ യോഗത്തിനകത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ ഒരു സംഭവം നിലനിൽക്കുമ്പോഴാണ് അതേ രൂപത്തിൽ അതിനെക്കാട്ടിലും കുറച്ചുകൂടി മോശമാകുന്ന തരത്തിലേക്ക് ഈ പറയുന്ന BJPയുടെ ഉദയൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാന്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി സംഘടിതമായി ചേർന്ന് UDFന്റെ അംഗങ്ങൾക്ക് നേരെ ആക്രമണ പ്രവർത്തനം നടത്തിയത് എന്നുള്ളതാണ്. അത് കണ്ടിട്ടുണ്ടാകും. അവിടെ കുപ്പി വലിച്ചെറിയുന്നു, കൈകൊണ്ട് ഇടിക്കുന്നു, അസഭ്യങ്ങൾ വിളിച്ചു പറയുന്ന തരത്തിലേക്ക് ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. മേയർ ഈ പറയുന്നത് പോലെ തന്നെ RSSന്റെ ശാഖയ്ക്കകത്തെല്ലാം തീരുമാനിച്ച് ജനാധിപത്യപരമായി അവിടെ ഇടപെടുന്നവർക്കെതിരെ പ്രത്യേകിച്ച് പ്രതിപക്ഷ അംഗങ്ങളെ അടിച്ച് അമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ് അവിടെ നടപ്പിലാക്കിയത്. ഉത്തരേന്ത്യയിലെല്ലാം നടക്കുന്നത് പോലെ തന്നെ അധികാരം കിട്ടുന്ന അവസരത്തിൽ പിന്നീട് പ്രതിപക്ഷ പാർട്ടികളൊന്നും വേണ്ട എന്നുള്ള തരത്തിൽ പ്രതിപക്ഷ അംഗങ്ങളെ ഒന്നൊന്നായി അടിച്ചും ഭയപ്പെടുത്തിയും ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അവര് ശ്രമിച്ചത് എന്നുള്ളതാണ്. ഇന്ന് കൗൺസിലിനകത്ത് പങ്കെടുത്തിട്ടുള്ള പ്രതിപക്ഷ അംഗങ്ങൾ മിക്കവാറും കൗൺസിലർമാർക്ക് അറ്റൻഡൻസിനകത്ത് രേഖകൾ അവരുടെ ഒപ്പിടാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായത്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ അറ്റൻഡൻസ് ബുക്ക് ഫോർജ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആരെങ്കിലും തിരിച്ചു നോക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് നോക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവര് അറ്റൻഡൻസ് ബുക്ക് വലിയ ബലം പ്രയോഗിച്ച് പിടിക്കുക മാത്രമല്ല അത് വലിച്ചു കയറി നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. 700 അജണ്ടകളാണ് ഇന്നത്തെ കൗൺസിൽ മീറ്റിംഗിനകത്ത് വന്നത്. ഇത് മനസ്സിലാക്കേണ്ടത് ഒരു അജണ്ട 1 മിനിറ്റ് വെച്ച് ചർച്ച ചെയ്താൽ 12 മണിക്കൂർ കൊണ്ട് മാത്രമേ ചർച്ച പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇവിടെ കാണുന്നത് ഈ പറയുന്ന ചർച്ചയോ നീറുന്ന നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ചർച്ച നടത്തുന്നില്ല. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് 10-40 സ്ഥലങ്ങളിൽ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള കിട്ടാതെ ഇരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ പറയുന്നത് പോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നീറുന്ന പ്രശ്നങ്ങൾ, പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പിടിപെട്ട് വരുമ്പോൾ മരണത്തിലേക്ക് പോകുന്നതിന് പരിഹാരം കാണേണ്ട ഒരു ജനകീയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഈ പറയുന്ന ഒരു കൗൺസിലിനകത്ത് ചർച്ചയെ ചെയ്യുന്നില്ല. കഴിഞ്ഞ 6 മാസത്തെ കൗൺസിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇതുപോലുള്ള അജണ്ടകൾ കൊണ്ടുവരും. 5 മിനിറ്റ് കൊണ്ട് മേയർ ചർച്ച അവസാനിപ്പിച്ച് അവിടെ നിന്ന് എണീറ്റ് പോയി
എല്ലാം പാസാക്കി എന്ന് പറയുന്ന തരത്തിലേക്ക് ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പൊ 23-ാം തീയതി 49 അംഗങ്ങൾ മുനിസിപ്പൽ ചട്ടം 7 അനുസരിച്ച് സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചുകൂട്ടി സുഗതന്റെയും ഈ സ്തംഭനാവസ്ഥയെ സംബന്ധിച്ചും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് രേഖാമൂലം എഴുതി കൊടുത്തതാണ്. 35 പേര് 3-ൽ 1 ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചു ചേർക്കേണ്ടതാണ്. പക്ഷെ വിളിച്ചു ചേർക്കാതെ അത് നിരസിച്ചിരിക്കുകയാണ് മേയറുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ ആക്ട് അനുസരിച്ചും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് സുഗതനെ പോലുള്ള ഇത്രയും ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് മേയർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോ 7(1) അനുസരിച്ച് പ്രതിപക്ഷ അംഗങ്ങൾക്ക് 35 പേരുണ്ടെങ്കിൽ മറ്റ് അംഗങ്ങൾക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചു കൂട്ടാനുള്ള ചട്ടം നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് ഈ ഗൗരവമായിട്ടുള്ള വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചു കൂട്ടി അതിന്റെ നിയമാനുസൃതം അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിട്ട് മുമ്പോട്ട് പോകും. ഇതുകൂടാതെ ഈ ചട്ടം ലംഘിച്ച് സ്പെഷ്യൽ കൗൺസിൽ വിളിക്കാത്തതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കകത്ത് ഞങ്ങൾ നിയമപരമായിട്ടുള്ള നടപടി എടുക്കും. മറ്റ് നിയമപരമായിട്ടും അല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഈ പറയുന്ന കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള മേയറും ഡെപ്യൂട്ടി മേയറുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ചട്ടലംഘനങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ ഹൈക്കോടതിയെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആലോചിക്കുന്നതെന്നുള്ളത്. ഇന്നത്തെ സംഭവം വളരെ ഗൗരവമായിട്ടുള്ളതാണ്. വലിയ പ്രതിഷേധം ഞങ്ങൾ LDF കൗൺസിലർമാരെന്നുള്ള രൂപത്തിൽ നടത്തുകയാണ്. ഇപ്പോ പരിക്ക് പറ്റിയ ആളുകൾ മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ ഇപ്പോ ഞാൻ ഉൾപ്പെടെയുള്ളവർ ആ കൗൺസിലിന്റെ അകത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയത്. തീർച്ചയായിട്ടും ഞങ്ങൾ നിയമപരമായി പോലീസിന് പരാതി കൊടുക്കും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും വകുപ്പ് മന്ത്രിക്കും അതിനെ സംബന്ധിച്ച് പരാതി കൊടുക്കുകയും ഗവൺമെന്റ് ഈ കാര്യത്തിനകത്ത് ഇടപെടണമെന്ന് പറയുകയും നാളെ ഞങ്ങൾ ഒരു ഡെലിഗേഷൻ ഇതിനു വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെ കണ്ടു തന്നെ ഈ പരാതി കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന പഴയ ഒരു കവിതയെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് മേയർ കഴിഞ്ഞ തവണ മേയർ വനിതാ കൗൺസിലർമാരെ ആക്രമിക്കുന്നു. ആ വനിതാ കൗൺസിലർമാർ വളരെ ദയനീയമായി കൗൺസിലിന് നല്ല വില അർപ്പിക്കുന്ന ജനപ്രതിനിധികളായതുകൊണ്ട് തന്നെ അവരുടെ ആ രോഗ അവസ്ഥയിൽ പോലും അവർ അവിടെ വരുമ്പോൾ അദ്ദേഹം വിന്യസിച്ച പുതിയ ആൾക്കാർ ചെമ്പഴന്തി ഉദയൻ തിരുവനന്തപുരം നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൈകാര്യം ചെയ്യുന്ന ചെയർമാനാണ്. ഇത്തരത്തിലാണ് ഇദ്ദേഹം ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനം നടപ്പിലാക്കാൻ പോകുന്നതെങ്കിൽ ഈ തിരുവനന്തപുരം നഗരത്തിലെ കുട്ടികളുടെയും അതോടൊപ്പം വിദ്യാഭ്യാസ സംവിധാനത്തിന്റെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ പരിശോധിക്കണം. ഇന്ന് വളരെ മൃഗീയമായി ആ ജനപ്രതിനിധികളെ ആക്രമിക്കുന്ന ചെമ്പഴന്തി ഉദയനെ നമ്മൾ കണ്ടു. എത്ര വിദഗ്ധമായാണ് അദ്ദേഹത്തിന്റെ ഷർട്ട് വലിച്ചു കീറി ആ വാർത്തയെ തിരിച്ചു വളച്ചൊടിച്ചത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കയ്യാങ്കളിയിലൂടെ ഞങ്ങളെയെല്ലാം ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈ നഗരസഭ ഇങ്ങനെ ഭരിച്ചു പോകാം എന്നാണ് ബഹുമാനപ്പെട്ട മേയറും കൂട്ടാളികളും തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു സംവിധാനം ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനമാണ്. ഞങ്ങളെല്ലാം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമാണ്. ഞങ്ങൾക്ക് കൗൺസിൽ ഹാളിൽ അതിനുള്ള ഒരു സാവകാശം കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ സുരക്ഷിതമായി ഇരിക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിലെ ഗുണ്ടാ പ്രവർത്തനമാണ്. കാപ്പാപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള സുഗതനെ പുറത്താക്കണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ കാപ്പ കേസിലെ പ്രതിയായ സുഗതിന്റെ നേതാക്കളെ കൂടെ അകത്താക്കണമെന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. മേയർ BV രാജേഷും അതോടൊപ്പം തന്നെ ചെമ്പഴന്തി ഉദയനുമൊക്കെ ഒരു ജനപ്രതിനിധിയാണെന്നുള്ള ബോധം ഉണ്ടാവണം.
ആക്രമണം നിർത്തണം, സാവകാശമായി നമ്മുടെ ഈ സംവിധാനം തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ ആ ഒരു രീതി ഞങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സമാധാനപരമായി ഈ റിലേ സമരം തുടരും. അതോടൊപ്പം ഇത് ജനങ്ങളിലേക്കും ഞങ്ങൾ എത്തിക്കും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.